ഡോക്ടർ ആയിരുന്നു. and had just set up a practice in a working class district of London. ലണ്ടനില് ചെറിയൊരു വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റില് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയം യങ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഡോക്ടർ. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, കുറച്ച് തണുപ്പുള്ള ഒരു നവംബർ നൈറ്റില് ടുവേർഡ്സ് 1 o'clock, ഒരു മണിയായിട്ടുണ്ടാവും. I was awakened by a loud banging on the door. ഡോറിൽ ഭയങ്കര മുട്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. Hurriedly, I threw on some clothes and went downstairs. പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാരിയെടുത്ത് ഡൗൺ സ്റ്റെയർസിലേക്ക് താഴേക്ക് ഓടി. It was a sergeant of police. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസായിരുന്നു. In dripping helmet and a cape. ഹെൽമെറ്റും കേപ്പ് എല്ലാം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. Nisly outturned on the doorstep. ഡോർസ്റ്റെപ്പില് നിൽക്കാണ്, ഡോറിന്റെ പുറത്ത് നിൽക്കാണ്. എ സൂസൈഡ് കേസ്, ഒരു ആത്മഹത്യ കേസിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. He told me abruptly in the lodging around the corner I had better come at once. ഒരു ലോഡ്ജില്, അടുത്തുള്ള ഒരു ലോഡ്ജില് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നിങ്ങൾ വരണം എന്നായിരുന്നു ആ പോലീസുകാരൻ ഇയാളോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? Okay. Teacher. Okay. Then we walked the short distance in silence, even our footsteps muffled by the fog, and turned into the narrow entrance of an old building. അങ്ങനെ ഞങ്ങള് കുറച്ച് ദൂരേ ഉള്ളൂ എന്താണ് ആ ലോഡ്ജിലേക്ക്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു പോവുകയാണ്. ഫോഗ് കാരണം, തണുപ്പ് കാരണം ഞങ്ങളുടെ കാലടി വെക്കുന്നതൊന്നും എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഫോഗാണ്, മഞ്ഞാണ്. And turned into the narrow entrance of an old building. ഒരു പഴയ ബിൽഡിങ്ങിന്റെ ഒരു ചെറിയൊരു നാരോ എൻട്രൻസിലേക്കാണ് ഞങ്ങൾ കടന്നത്. As we mounted the creaking stairs, creaking ആയിട്ടുള്ള ഭയങ്കര എന്താണ് ഇങ്ങനെ വലിയ ഓൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസും കാര്യങ്ങളെല്ലാം. My nostrils were stung by the sick sweet odor of illuminating gas. എന്തൊക്കെയോ ഗ്യാസിന്റെയും എന്തൊക്കെയോ കെമിക്കലിന്റെയും ഒക്കെ സ്മെല്ല് ഡോക്ടറിന്റെ മൂക്കിലേക്ക് ഭയങ്കരമായിട്ട് അടിച്ചു കയറുന്നുണ്ട്. On the upper story, the agitated landlady showed us to a bare little attic where stretched a narrow bed lay the body of a young man. ഒരു agitated ആയിട്ട് ഭയങ്കരമായിട്ടുള്ള പേടിച്ചു വരേണ്ടെന്നാണ് ഒരു ലാൻഡ് ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ്ജിന്റെ ഓണർ ആയിട്ടുള്ള ഒരു ലേഡി ഇവരെ എന്താണ് ഡോക്ടറെ കാണിച്ചു കൊടുത്തു. ബോഡി ആ ഒരു ബെഡില് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു യങ് ആയിട്ടുള്ള ഒരു മാനാണ് അവിടെ കിടക്കുന്നത്, സൂസൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Although apparently lifeless, there remained the barest chance that the youth was not quite beyond recall. എന്താണ് ലൈഫ്ലെസ് ആണ്, ലൈഫ്ലെസ് പോലെയാണ് കണ്ടതിനാ തോന്നുള്ളൂ. With the surgeon's help, I began the work of resuscitation. അതായത് എന്താണ് സർജൻസും ഹെൽപ്പ് ചെയ്തു, പോലീസും ഹെൽപ്പ് ചെയ്തു. ഇയാള് അങ്ങനെ ഡോക്ടർ എന്താണ് തുടങ്ങുകയാണ് അവരുടെ വർക്ക്. അതായത് ശ്വാസം കൊടുക്കുന്നതിനെയാണ് റെസുസിറ്റേഷൻ എന്ന് പറയുന്നത്. ശ്വാസം കൊടുത്തിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളുടെ ഡോക്ടർ നീങ്ങുകയാണ്. For an entire hour we labored without success. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും ആവുന്നില്ല, സക്സസ് ആവുന്നില്ല. Despite our most strenuous exertions, it appeared useless. എല്ലാ പരിശ്രമങ്ങളും യൂസ്ലെസ് ആവുന്നത് പോലെ തോന്നുകയാണ്. Then, as we were about to give up, completely exhausted, there broke from the patient a shallow, convulsive gasp. അങ്ങനെ എന്താണ് കുറെ നേരത്തെ പരിശ്രമം കൊണ്ട് പേഷ്യന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശ്വാസം ഇടിക്കുന്നത് പോലെ, ഗ്യാസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എന്നാണ് അർത്ഥം, ഒരു ഗ്യാസ്പ് പോലെ തോന്നുകയാണ്. Half an hour of redoubled efforts and we had the youth sitting up gazing as dazedly. അതായത് എന്താണ് അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇവരിങ്ങനെ എണീച്ചിട്ട് കിടന്ന ആള് എണീച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവരെ തന്നെ ഗെയ്സ് ചെയ്യാണ്. ഗെയ്സ് എന്നവരെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Slowly he seemed to be realizing the horror of his situation. അങ്ങനെ അയാളുടെ സിറ്റുവേഷൻ, അയാള് മരണത്തെ എങ്ങനെ കണ്ടു എന്നൊക്കെ ഉള്ള സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം അയാൾ ഇങ്ങനെ റിയലൈസ് ചെയ്യാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ആസ് ഹി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത്, അതായത് വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ,
അയാളുടെ സ്റ്റോറി കഥ പറയാണ് ഇവരോട്. ഹിസ് പാരന്റ്സ് വെർ ഡെഡ്. എന്താണ്? പാരന്റ്സ് മരിച്ചുപോയതാണ്. ആൻഡ് അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം എ പൊസിഷൻ ആസ് എ ക്ലർക്ക് ഇൻ എ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. ലണ്ടനിലെ ഒരു സോളിസിറ്റർ ഒരു ഓഫീസില് ഒരു ക്ലർക്കിന്റെ ജോലി അങ്കിള് മേടിച്ചു കൊടുത്തു. He had been in the city only 6 months. Utterly friendless, he had fallen victim to the loose society of the streets, had made bad companions, and like a young fool eager to taste pleasure far beyond his means, had begun to bet on horses. Soon he had lost all his small savings, had pledged his belongings, and owed the bookmaker a disastrous amount. അതായത് എന്താണ്, അങ്ങനെ 6 മാസേ ആയിട്ടുള്ളൂ അയാള് ഈ ഒരു ടൗണിൽ വന്നിട്ട്. ചെറിയൊരു ജോലി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്താണ്, കുറെ കുളിലാത്ത ആളുകളുടെ ഒരു ഗ്യാങ്ങിൽ പെട്ടു. ഒരു തെരുവില് ഉള്ള കുറെ സ്ട്രീറ്റിലുള്ള ആളുകളുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അവരായിട്ട് കമ്പാനിയനായി, അവരായിട്ട് കൂട്ടുകൂടി. അങ്ങനെ എന്താണ് അന്നത്തെ ഒരു എന്താണ് ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ എന്നാണ് പറയുന്നത്. ഒരുപാട് പ്ലഷർ, ഒരുപാട് എന്താണ് ഈ ചീട്ടുകളി, കള്ളുകുടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എന്താണ് പോവാനായിട്ട് ഇടവന്നു. അങ്ങനെ അയാളുടെ കയ്യിലുള്ള എല്ലാ സ്മോൾ സേവിങ്സും, എല്ലാ കാശും കാര്യങ്ങളെല്ലാം തീർന്നു. So he had lost all his small savings, had pledged his belongings, and owed the bookmaker a disastrous amount. In an effort to recoup, he had taken a sum of money from the office safe for a final gamble that he was assured was certain to win. But this last resort had failed. Terrified of the prosecution that must follow, sick at heart, sunk in despair, he had shut himself in his room and turned on the gas. അങ്ങനെ ഈ കടത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും അയാള് ഒരു ചെറിയൊരു കളി കൂടി ചെയ്തു. ഫൈനൽ ഗാംബ്ലിംഗ് പോലെ ഒരു കളി കൂടെ ചെയ്തു. അതിലും അയാൾ തോറ്റുപോയി. അങ്ങനെ ഫുൾ കടവും കാര്യങ്ങളുമായി. ഇനി ഒരു നിവർത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ അയാൾ എന്താണ് ചെയ്തത്? അയാള് റൂമിൽ കയറി വാതിലടച്ചു, എന്നിട്ട് ഗ്യാസ് ഓണാക്കി. A long bar of silence troubled in the little attic when he concluded this halting confession. Then gruffly the sergeant asked how much he had stolen. 7 pounds 10 shillings. The answer sounded pitiful. For this paltry sum he had almost thrown away his life. എത്രയാണ് ഇതിന്റെ കടം, എത്രയാണ് നീ ഓഫീസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ കട്ട്, മോഷണം, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഉള്ള ഒരാളായിട്ട് മാറി ഇയാള്. അങ്ങനെ എത്ര രൂപയാണ് നിന്റെ കടം എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മളുടെ പോലീസ്മാൻ. For this paltry sum he had almost thrown away his life. There was a pause. The three of us, the sergeant, the landlady, and me, as the sole witness of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. അങ്ങനെ അയാളുടെ വിഷമങ്ങളും അയാളുടെ കടവും ബാധ്യതകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ മറ്റേ പോലീസ്മാനും ഈ ലാൻഡ് ലേഡിയും ഈ ഡോക്ടറും കൂടെ തീരുമാനിക്കുകയാണ് ഇയാൾക്കൊരു നല്ലൊരു ജീവിതം തിരിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. The sergeant, at considerable risk to his job, resolved to make no report upon the case. അതായത് പോലീസുകാരൻ എന്ത് ചെയ്തു? അയാളുടെ ജോലിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ പോലും കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. റിപ്പോർട്ട് ഓൺ ദി കേസ് സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിംഗ് വുഡ് റിസൾട്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ കൂടുതൽ കോർട്ട് പ്രൊസീഡിങ്സോ കോടതിയായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. The landlady offered a month's free board until she should get upon his feet again. അതായത് ലാൻഡ് ലേഡി എന്ത് ചെയ്തു? ഒരു മാസമാണോ ഒരു മാസത്തെ കാശ് അടക്കണ്ട, അതായത് റെന്റ് ഒന്നും അടക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെന്താണ് ചെയ്തത്? While I making perhaps the least contribution, came forward the 7 pounds 10 shillings for him to put back in the office safe. ഓഫീസിലും കാര്യങ്ങളിലെല്ലാം കടം തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? മോഷ്ടിച്ച പണവും കാര്യങ്ങളെല്ലാം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തത്? ഡോക്ടർ എന്ത് ചെയ്തു? 10 shillingsും 7 poundsും 10 shillingsും കൊടുത്തു. The ship moved on through the still darkness of the night. There was no need of speech. With a tender gesture, Mrs. S. had taken her husband's hand. And as we sat in silence, I could not but reflect that it was the best investment I had made in my life. Okay. അപ്പൊ ഷിപ്പ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എന്താണ് വീണ്ടും നൈറ്റിൽ കൂടെ രാത്രി ഇങ്ങനെ ഷിപ്പ് ഇങ്ങനെ പോവാണ്.
സ്പീച്ചോ കാര്യങ്ങളോ സംസാരോ കാര്യങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല. എന്താണ്, മിസ്സിസ് എസ്, അതായത് എസിന്റെ എന്താണ് അയാളുടെ ഭാര്യ അയാളുടെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്. And as we sat in silence, I could not but reflect that it was the best investment I had made in life. അപ്പോൾ ഡോക്ടർ വിചാരിക്കുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇതായിരുന്നു. കാരണം അയാൾ അത്രയും നല്ലൊരു മനുഷ്യനായി, ഒരുപാട് മോശമായിട്ടിരുന്ന ആള്, ഒരുപാട് ചീത്ത സ്വഭാവങ്ങളും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാള് ഇത്രയും നല്ല സ്വഭാവമാവാൻ കാരണം ആരാണ്? ഇയാളാണല്ലേ. ഇയാളുടെ ആ ഒരു സഹായം കൊണ്ടാണ് അയാൾക്ക് ആ ജോലിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റിയതും നല്ലൊരു ലൈഫ് തിരിച്ചു കിട്ടിയതും. ഓക്കെ, it had paid me no dividends in worldly goods but had turned out to be immensely profitable. എന്താണ്, നല്ലത് ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് നന്മ ചെയ്യലാണെന്ന് പറയാണ്. It stood out against all the bad investment I had made throughout the years, those foolish speculation for material gain, producing only anxiety, disappointment and frustration. എന്താണ് നമ്മൾ അയാൾ പറയാണ്, നമ്മൾ ഒരുപാട് ബാഡ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലാഭം നോക്കിയില്ലേ. ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ ചൂതുകളി, ഇതുപോലെ ചീട്ടുകളിയൊക്കെ എന്താണ്, ബാഡായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താണ്, കുറെ ഫ്രസ്ട്രേഷനും കുറെ ഡിസപ്പോയിന്റ്മെന്റും കുറെ ആൻസൈറ്റിയും കുറെ ദേഷ്യം കുറെ വിഷമങ്ങളും ഇത് മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ഒരു നന്മയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നമ്മളുടെ പ്രോഫിറ്റ് ആയിട്ട്, നമ്മളുടെ ലാഭമായിട്ട്, നമ്മളുടെ അസറ്റ് ആയിട്ട് നിലനിൽക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? മിസ് ക്ലിയർ ആയി. ഓക്കെ, ഡയറി എൻട്രി ചെയ്താൻ അറിയോ നിങ്ങൾക്ക്? ഡയറി നിങ്ങളുടെ ഇതിൽ കുറെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയറി അറിയോ? ഡയറി എഴുതാൻ അറിയോ? അറിയോ നിങ്ങൾക്ക്? ഡയറി എഴുതാൻ അറിയോ? ആരും മിണ്ടാത്ത എന്താ? ഇല്ല, അറിയില്ല. ഡയറി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡയറി എൻട്രിയില് ഇപ്പൊ ആക്ടിവിറ്റി 6 എടുത്തേ. ആക്ടിവിറ്റി 6 എടുത്തോ? എടുത്ത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഡയറി എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ വെനസ്ഡേ ആണോ അങ്ങനെയുള്ള ഡേയ്സ് എഴുതുക. അതായത് ഇപ്പൊ സൺഡേ ആണെങ്കിൽ സൺഡേ എന്നിടുക, എന്നിട്ട് ഒരു കോമ ഇടുക. ഫോർമാറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഡയറി എഴുതുമ്പോ. എന്നിട്ടൊരു കോമ ഇടുക. കോമ ഇട്ടിട്ട് ഡേറ്റ് എഴുതുക. അതായത് 1, 2, 3, 4 അങ്ങനെയുള്ള ഡേറ്റ് ഉണ്ടല്ലോ അത് എഴുതുക. അതിനുശേഷം മാസം എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടത്? ഡേ എഴുതുക, ഡേറ്റ് എഴുതുക, മാസം എഴുതുക, മന്ത് എഴുതുക. ഡേ, ഡേറ്റ്, മന്ത്, ഈ ഫോർമാറ്റിൽ വേണം നമ്മൾ ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമുക്ക് സങ്കടമാണോ നമ്മുടെ ഫീലിങ്സ് ആണ് എഴുതേണ്ടത്. ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ദിവസമായിരിക്കും. ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസത്തെ കാര്യമാണല്ലേ. ഒരു ദിവസത്തെ കാര്യം നമ്മൾ രാത്രി ഇരുന്ന് എഴുതുന്നതിനെയാണ് ഡയറി എൻട്രി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഒരു ദിവസത്തില് ആ ദിവസത്തില് നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എണീക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും വലിയൊരു കാര്യം, നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ നടന്നതെങ്കിൽ നമ്മൾ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എ ഗ്രേറ്റ് സർപ്രൈസ്, ഇപ്പൊ വലിയ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ എ ഗ്രേറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര എന്തെങ്കിലും എന്താണ് വേറെ എന്തെങ്കിലും ഇപ്പൊ വേറെ ഫീലിങ്സ് എന്താണ് ഭയങ്കര സാഡ് ആയിട്ടുള്ള ദിവസമാണെങ്കിൽ എ സാഡ് ഡേ ഇൻ മൈ ലൈഫ് ഓഫ് മൈ ലൈഫ് എന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ അതായത് അന്നത്തെ ദിവസം നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു ആ മൂഡ് അവിടെ കൊടുക്കുക, ഇമോഷൻസ് കൊടുക്കുക എന്നർത്ഥം. ഓക്കെ, അതിനുശേഷം ഡയറി എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഴുതരുത്, ഒരു പേജിൽ ഒതുങ്ങി നിൽക്കണം കേട്ടോ. അതിനുശേഷം എന്താണ് അന്ന് ഉണ്ടായത്. ഓക്കെ, ആ ദിവസം ഇപ്പൊ ഇതിൽ ഡയറി എൻട്രിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്
ഐ എന്ന് പറഞ്ഞു കൊടുക്കണം. ഐ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? മലയാളം മീനിങ് എന്താണ് ഐ എന്ന് പറഞ്ഞാൽ? ഞാൻ എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെ, ഞാൻ എന്നെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഇറ്റ് വാസ് എ വെരി ഗുഡ് എന്താണ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ ഫോർ മീ. എനിക്ക് ഇതൊരു നല്ല ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഐ, മീ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡയറി എൻട്രി അങ്ങനെ എഴുതണം. അപ്പൊ എന്താണ് ഫസ്റ്റില് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ആ ദിവസം ഉണ്ടായത് അതിനെ കുറിച്ചിട്ട് ഒന്ന് എഴുതുക. അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. മനസ്സിലായില്ലേ? എന്താണ് ആ സിറ്റുവേഷൻ, ആ ഇൻസിഡന്റ് മാത്രം എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഒരു ചെറിയൊരു 2 പാരഗ്രാഫിൽ ഒതുങ്ങി നിൽക്കണം. ഒരുപാട് വലിച്ചു വാരി എഴുതരുത്. ആ ഒരു കാര്യം മാത്രം എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ? ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ എഴുതാൻ പറ്റുമോ? എഴുതാം. ആ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുക. Imagine that Mr. John, after meeting the narrator for second time, writes his diary. What would be the possible diary entry? Write it down. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അറ്റൻഡ് ചെയ്ത് നോക്കി എഴുതുക. എഴുതിയിട്ട് ടെലിഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ മനസ്സിലായോ? പേജ് നമ്പർ 84 ആക്ടിവിറ്റി 6 കേട്ടോ? കണ്ടു. ആദ്യത്തെ മാത്രമാണ് ആകെ പറയുള്ളൂ, ബാക്കി ആരും മിണ്ടുന്നില്ല. എല്ലാവരും കേട്ടെങ്കിൽ എഴുതുക കേട്ടോ. ഓക്കെ, ടെലിഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യണോ കേട്ടോ എന്നിട്ട്? യെസ് മാം. ഓക്കെ.